ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചനയെ സമൂഹം പുകഴ്ത്തുന്നുണ്ട്, വാഴ്ത്തുന്നുണ്ട്. ഇതൊന്നും ചന്ദ്രയ്ക്കോ അതുപോലെ തന്നെ വിജയശങ്കറിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ടി വിയിൽ അവളുടെ വാർത്തയും പ്രചരണം എല്ലാം കണ്ട് ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇവരെ ഈ ന്യൂസുകാർക്ക് വല്ലതും കിട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ അവളെ എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാ ഇപ്പോൾ ആളുകൾ അംഗീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് വിജയശങ്കറിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്ര. അതിനെന്തിനാ നീ ദേഷ്യപ്പെടാൻ നിൽക്കുക? ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു ജയമല്ലേ ചന്ദ്രേ, നീ അതിൽ ഒരുപാട് ടെൻഷൻ ആവുമെന്ന് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവളെയാണ് ഇപ്പോൾ എല്ലാവരും വാണോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് വിജയശങ്കർ രണ്ടാം വക്കീലായിട്ട് മാറും, അർച്ചനയായിരിക്കും ഇനി മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് വിജയശങ്കറിന് ദേഷ്യം വരുന്നുണ്ട്. എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ അവൾ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കോടതിയിൽ വാദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ സാധിക്കുമോ ചന്ദ്രേട്ട എന്ന് വിജയേട്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കർ പറയുന്നുണ്ട്, അത് സാധിക്കും. ഞാനാണ് എതിർഭാഗം വക്കീലെന്ന് അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഞാൻ അവൾ ഏതറ്റം വരെ പോകുമെന്ന് നോക്കാനാണ്. അതിനുശേഷം എൻ്റെ ഒരു ഇറക്കമുണ്ട്. അവൾ അവിടെ തോറ്റു തൊപ്പിയിട്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടാൽ മതി, അവൾ ജയിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല ചന്ദ്രേട്ട, അതിനും ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. പിന്നീട് ആ കസ്റ്റഡിയിലെടുത്ത പയ്യനെ ആ CI ചോദ്യം ചെയ്യുന്നുണ്ട്. അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയാം, അതൊക്കെ എന്നോട് പറയ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചക്കൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് CIക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ്റെ ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. ആ പയ്യൻ്റെ ഫോണിൽ ഈ വീഡിയോൻ്റെ വേറൊരു വേർഷൻ തന്നെ അതിൽ കാണുന്നുണ്ട്. കാരണം ആ കാറിൽ വന്ന പയ്യന്മാരെയും അവരുടെ മുഖവും അവരുടെ ഡീറ്റെയിൽസും എല്ലാം അതിൽ വ്യക്തമായിട്ട് CI കാണുന്നുണ്ട്. എടാ, ഇതൊന്നും നീ പുറത്തുവിട്ട വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. നീ എഡിറ്റ് ചെയ്തിട്ടതാണല്ലേ, വെറുതെ അല്ല എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോയിലുണ്ടായിരുന്ന എല്ലാം ആ പോലീസിൻ്റെ സെർവറിലേക്ക് മാറ്റാനായിട്ട് ആ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് CI. കൂടാതെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അർച്ചന കോടതിയിലുണ്ട്. ആ സമയത്ത് ആ കോൺസ്റ്റബിൾ നമ്മുടെ അർച്ചനയെ വിളിച്ച് പറയുന്നുണ്ട്, മാഡം ഞാനിത് ലക്ഷ്മിയാണ്, CIൻ്റെ ഓഫീസിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. പറയൂ, എനിക്ക് മനസ്സിലായി, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ മാഡം, ആ പയ്യൻ്റെ ഫോണിൽ നിന്ന് വേറൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ഈ കേസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ പെട്ട പ്രതികളെയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എങ്കിൽ എനിക്കത് ഉടൻ തന്നെ അയച്ചാൽ എന്ന് പറയുന്നുണ്ട്. ശരി മാഡം, ഞാൻ എന്തായാലും CI അറിയാതെ ഞാൻ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അർച്ചനയ്ക്കത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ. പിന്നീട് അർച്ചന വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഗീതു ആ റൂമിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് കണ്ട്, നീ എന്താ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്, ഇവിടെ ഹാളിലിരുന്ന് TV കാണാം, പുറത്ത് പൂന്തോട്ടവും എല്ലാം കണ്ട് ഒന്ന് ആസ്വദിച്ച് നടന്നൂടെ, എന്തിനാ ഈ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ മുഖം വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗീതു. നീ കഴിച്ചില്ലേ, ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ ഇന്ന് അച്ഛനോട് മീൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻ കിട്ടിയോ, മീൻ കൂട്ടി കഴിച്ചോ, ചോറ് കഴിച്ചോ എന്നൊക്കെ അർച്ചന സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നീ ചോറ് കഴിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ അത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു വേഗം നമ്മുടെ അർച്ചനയെ സോപ്പിടാനായിട്ട് നാരങ്ങ വെള്ളമായിട്ട് വരുന്നുണ്ട്. അർച്ചന ചേച്ചീൻ്റെ വണ്ടിൻ്റെ സൗണ്ട് കേട്ടോ, ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, ഗീതു ചോറ് കഴിച്ചോ മഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓരോ തിരക്കിലായിരുന്നു ചേച്ചി, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചില്ല എന്നോ? വീട്ടിലൊരു അതിഥി ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം, അവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണം, അവരെ കരുതൽ കാണിക്കണം എന്ന് അറിയില്ലേ മഞ്ജുവിനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കൈ ഒഴിഞ്ഞിട്ട് വേണ്ടേ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കാൻ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ചെയ്തത് മോശമായി പോയി എന്ന് അർച്ചനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് രമ്യ കയറി വരുന്നുണ്ട്. ചേച്ചി, ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ ഇത്ര നേരം തലവേദനയായി കിടക്കുകയായിരുന്നു, എന്തായാലും ഞാനും ഗീതുവും കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഗീതുവിനെ രമ്യ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് മഞ്ജുവിനോട് അർച്ചന പറയാണ്, മഞ്ജു ഇത് എന്നാലും കുറച്ച് കൂടുതലായിപ്പോയി, ഇനി ഇങ്ങനെ കാണാൻ പാടില്ല, ഇനി ഇങ്ങനെ എനിക്ക് കേൾക്കാൻ പാടില്ല, അവളെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെ കരുതണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന പോയതിന് ശേഷം മഞ്ജു ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. വലിയൊരു നന്മമരം കളിക്കാൻ വന്നിരിക്കുന്നു, വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളുന്നുണ്ട് മഞ്ജു. അതിനുശേഷം അർച്ചന
നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് ആരും കാണാതെ റൂമിനകത്തേക്ക് പോയി വാതിൽ അടയ്ക്കുന്നുണ്ട്. ഗീതു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് വേറെ ആരും അറിയരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് നിൻ്റെ റൂമിലേക്ക് വന്നതെന്ന് പറഞ്ഞത്. എന്താ ചേച്ചി, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്, ഒരു വീഡിയോ. അന്ന് കണ്ട വീഡിയോ അല്ല, ഇത് വേറൊരു വീഡിയോ ആണ്. അത് നീ ഒന്ന് കണ്ടു നോക്ക്. ഇതിൽ നിന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച ആളുകളുണ്ടോ, അതിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. വേണ്ട ചേച്ചി, എനിക്കിനി അത് കാണാനുള്ള ധൈര്യമില്ല, വേണ്ട എന്ന് പറയുന്നുണ്ട്. മോളെ, നീ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്തിട്ട് നീ ഇത് കാണണം. കാരണം നമുക്ക് ആ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുത്തണം. നീ നിരപരാധിയാണ് എന്ന് ഈ സമൂഹത്തിന് തെളിയണം. അതിനാണ് എൻ്റെ പരിശ്രമം. അതിന് നീ കൂട്ടു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗീതുവിന്. ഗീതു അത് കണ്ട്, ചേച്ചി ഇതാ ഈ കാറാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്, ഈ പയ്യനാണ് അതിൽ വന്ന് എന്നെ ഈ ഉപദ്രവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ട് അർച്ചനയ്ക്ക് എന്തായാലും ഇവനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നൊക്കെയുള്ള രീതിയിൽ അവൾ ആ ഒരു ഇൻഫർമേഷനൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ CAനെ വിളിക്കുന്നുണ്ട്. അതിന് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് CA. എനിക്ക് മാഡത്തിനെ ഒന്ന് കാണണം, മാഡം നാളെ ആ ടൗൺ ബ്രിഡ്ജിൻ്റെ അവിടെ ഒന്ന് വരണമെന്ന് പറയുന്നുണ്ട്. കുറച്ച് പോലീസുകാരെയും കൂട്ടണമെന്ന് പറയുന്നുണ്ട്. നീ വിളിക്കുമ്പോഴൊക്കെ വരാൻ എന്താ കേരള പോലീസ് എന്താ നിൻ്റെ വാലാട്ടി പട്ടിയോളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ വരാൻ പറഞ്ഞേക്കണത്. എനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് വരാൻ സൗകര്യമില്ല എന്ന് CA മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട്. അങ്ങനെ എങ്കിൽ ഞാൻ DYSPയോട് പറഞ്ഞേക്കാം, മാഡത്തിന് വരാൻ സൗകര്യമില്ലെങ്കിൽ പറയട്ടെ എന്നൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അർച്ചന. ആ സമയത്ത് ഇവളെ കൊണ്ട് തോറ്റല്ലോ, ശരി വരാം എന്നൊക്കെ പറഞ്ഞ് CI കടുപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ CI വല്ലാതെ വിശ്വാസമില്ല. കാരണം ഈ തെളിവ് അവരുടെ കയ്യിലുമുണ്ട്. എന്നിട്ടും അവർ ഇത്ര നേരമായിട്ട് അതിൻ്റെ ഒരു നീക്കുപോക്കുകളും നടത്തിയിട്ടില്ല. ചിലപ്പോൾ ആ പയ്യനെയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അവർ അത് വിളിച്ചു പറഞ്ഞ് അതെങ്ങനെയെങ്കിലും മുടക്കും. അതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത് എന്നൊക്കെ ഗീതുവിനോട് പറയുന്നുണ്ട്. പിന്നീട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര നമ്മുടെ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. എന്താ വല്ല ഡീറ്റെയിൽസും ഉണ്ടോ, എന്താ അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചി, ഞാൻ ചേച്ചിനെ അങ്ങോട്ട് വിളിക്കണം കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ ഗീതുവിൻ്റെ വിശേഷമാണ്, എനിക്ക് മതിയായി എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അർച്ചന പറയുമ്പോൾ തിരിച്ച് കണക്കിന് നല്ലോണം പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. പറയണമെന്നൊക്കെ ഉണ്ട്, അതിനൊക്കെ എനിക്കൊരു സാഹചര്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു സങ്കടമുള്ളൂ ചേച്ചി തന്ന സ്വർണ്ണമൊന്നും എനിക്ക് ഈ ആളുകളുടെ അടിയിൽ ഇട്ടുകൊണ്ട് നടന്ന് പൊങ്ങച്ചം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട്, ഇവളുടെ ഒരു പൊങ്ങച്ചം, ഇവളുടെ അങ്ങനെ പുച്ഛിച്ചും കൂടി തള്ളുന്നുണ്ട്. ഇവളെ എത്രയും പെട്ടെന്ന് ഈ അർച്ചനയുടെ തോൽവി കണ്ടതിന് ശേഷം ഇവളെ എങ്ങനെയെങ്കിലും ഇവൾക്ക് കൊടുത്ത ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലാണ് ചന്ദ്ര കരുതിക്കൊണ്ടിരിക്കുന്നത്, മഞ്ജുവിനെയും കൈയൊഴിയാനായിട്ട്. മഞ്ജുവിനാണെങ്കിൽ ഇതൊന്നും അറിയാതെ എല്ലാം ചേച്ചി ഞാൻ അപ്പോൾ നിങ്ങളെ വിവരം അറിയിക്കാം എന്നൊക്കെ ചന്ദ്രയോട് വാക്ക് കൊടുക്കുന്നുമുണ്ട്. പിന്നീട് നമ്മുടെ വിജയശങ്കറിനെയും അതുപോലെ തന്നെ ആ ബിസിനസ്സുകാരൻ GKയും കുടുംബത്തെയാണ് കാണിക്കുന്നത്. GKയ്ക്ക് വലിയൊരു അംഗീകാരം കിട്ടി. ഇൻ്റർനാഷണൽ ലെവലിൽ ബിസിനസ് പുരോഗമിച്ചതോടുകൂടി അവിടെ നിന്ന് അവാർഡുകളും നേട്ടങ്ങളും അഭിവാദ്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വിജയശങ്കറിനെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടാതെ അതിലൊരാൾ പറയുന്നുണ്ട്, തൻ്റെ എക്സ് വൈഫല്ലേ ഇപ്പോൾ സമൂഹത്തിൽ പേര് കേട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അവൾ എൻ്റെ ഒപ്പം ഒന്നും എത്താൻ പോകുന്നില്ല, ഇതൊക്കെ അവളുടെ താൽക്കാലിക വിജയമാണ്, ഞാനൊരു കലക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ അർച്ചന ആ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. CAയും എത്തുന്നുണ്ട്. എന്താ ഇവിടെ കാര്യമെന്ന് CA ചോദിക്കുന്നുണ്ട് അർച്ചനയോട്. ഇവിടുത്തെ പയ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് പറയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ കിട്ടിയ കാര്യവും അതുപോലെ തന്നെ ആ പയ്യൻ്റെ ഡീറ്റെയിൽസും എല്ലാം CAയോട് പറയുന്നുണ്ട്. അങ്ങനെ CAയും അർച്ചനയും കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ട് ആ GK പോയി വാതിൽ തുറക്കുന്നുണ്ട്. പോലീസിനെ കണ്ടതും ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വിജയശങ്കറും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ മോൻ ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഇവിടെ ഇല്ല, അവൻ വിദേശത്താണ് എന്നൊക്കെ നുണ പറയുന്നുണ്ട്. എന്താ കാര്യമെന്നൊക്കെ GK ചോദിക്കുന്നുണ്ട്. ഗീതുവിൻ്റെ കേസിൻ്റെ പ്രധാന പ്രതിയായിട്ട് തൻ്റെ മോനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ, അവനൊരിക്കലും അതിൽ പ്രതിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ വഴക്കിടാനായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ തന്നെയാണ് പ്രതി, അത് തെളിവ് സഹിതം എൻ്റെ അടുത്തുണ്ട് എന്ന് അർച്ചന ആ സമയത്ത് പറയുന്നുണ്ട്. ആ തെളിവ് കണ്ടതുകൊണ്ടും അത് വിശ്വസനീയമായതുകൊണ്ടുമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ ആ ഒരു വിജയും അതുപോലെ തന്നെ ഈ കേസിൻ്റെ നീക്കുപോക്കുകളൊക്കെ കണ്ട് ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെയുള്ള ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വിജയശങ്കറിൻ്റെ മുന്നിൽ ഒരു ജയിച്ച ഭാവം നടിച്ചിട്ട് തന്നെ നമ്മുടെ അർച്ചന തലയുയർത്തി നിൽക്കുന്നുണ്ട്. അത് കണ്ട് ആകെ നാണം കേട്ട് തോറ്റ് തുന്നം പാടിയ ആ ഒരു അവസ്ഥയിലും ആ ഒരു മുഖഭാവത്തോടു കൂടിയും വിജയശങ്കർ നിൽക്കുകയാണ് ചെയ്യുന്നത്.